ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. അവിടെ ചെന്നിട്ട് മാലയിട്ട് അത് വീഡിയോ എടുത്ത് അത് വൈറലാക്കി ഉണ്ടാക്കാനുള്ള ഇവളുടെ ചെറ്റ പരിപാടി ഉണ്ടല്ലോ. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം. ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീയെ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവൾക്ക് കൃഷ്ണൻ്റെ പടം മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂ. വരച്ചോട്ടെ, അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ കാരണം എന്നെപ്പോലെ വിശ്വാസികൾ, അങ്ങനെ തന്നെ ഞാൻ പറയും, ആവശ്യത്തിനുള്ള എല്ലാ വിശ്വാസവും ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അമ്പലത്തിൽ പോകാറുണ്ട്. ആ എന്നെപ്പോലുള്ള ആളുകൾക്ക് അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കി കളഞ്ഞ ഈ പുന്നാര സുന്ദര കുട്ടിയെ പറ്റി രണ്ട് വാക്ക് എനിക്കിന്ന് സംസാരിക്കണം. കുറച്ചു മുന്നേ വാർത്താ ചാനൽ വഴി ഞാൻ ഇവളെ പറ്റി ഒരു വാർത്ത കണ്ടു. എന്താണെങ്കിലും ഇതൊന്ന് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ ഇച്ചിരി മോശമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാരണം മതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതെൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. അത് എന്നെ സംബന്ധിച്ച ഒരു ചെറ്റത്തരം തന്നെയാണ്. പക്ഷെ ഇവളുടെ കേസ് സംസാരിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ മതം വന്ന് കയറും. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എന്നെപ്പോലുള്ള ഒരുപാട് വിശ്വാസികളുടെ സ്വാതന്ത്ര്യം ഈ പുന്നാര ചേച്ചി കാരണം ഇവിടെ ഇല്ലാതെയാകുകയാണ്. അത് നമുക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലും അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോഴത്തേക്ക് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരാളും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ നിങ്ങളെ അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തെ കൊച്ചാക്കി കാണിക്കാനോ നിങ്ങളുടെ മതത്തെ കുത്താനോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീ, അവൾ ഭയങ്കര മോശമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വെറും മോനായി പോകും. അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറ്റത്തില്ല. എന്തായാലും ഇവളുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറച്ച് മുമ്പ് വാർത്താ ചാനലിൽ വന്ന ഒരു ന്യൂസ് ഞാൻ കാണിക്കാം. ഇവൾക്ക് കണ്ണനെ നീ വരച്ചോടി മോളെ, കണ്ണനെ നീ വരച്ചോ. പക്ഷേ ഈ അമ്പലത്തിൽ പോയി അവിടെ മാല ഇടുക, ഇങ്ങനത്തെ വേലത്തരം നീ കാണിക്കുന്നത് നിനക്ക് നല്ല പെടലിക്ക് അടി കിട്ടാഞ്ഞിട്ടാ. ഇപ്പൊ കോടതിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അടി നിനക്ക് തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും നീ വാപൊത്തിയിരുന്നോണം. ഇനി ഇതിനെ ന്യായീകരിക്കാനായിട്ട് നീ നിന്റെ കൊണയം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കീറും. കാനത്തിന് ഇനിയും വീഡിയോകൾ ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും, എന്തൊക്കെ സംഭവിച്ചാലും. കാരണം ചെയ്യുന്നത് തെറ്റാണ് നീ ഇന്ന്. എന്തായാലും ഈ വാർത്ത നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, കൃഷ്ണഭക്ത എന്നുള്ള നിലയിൽ ജസ്ന സലീം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും ഒക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസെടുക്കാനുള്ള കാരണം എന്താണ്? ഈ കൃഷ്ണഭക്ത എന്നൊരു പരിപാടിയും കാണിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം ഇവരെ അറിയാൻ തുടങ്ങിയത്. നല്ല കാര്യം, കൃഷ്ണഭക്തി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ആ ചെയ്യുന്നതിനകത്ത് ഞാൻ തെറ്റ് പറയുന്നില്ല. കൃഷ്ണന്റെ പടം വരയ്ക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ പടം വരച്ചെന്നും പറഞ്ഞ് ഞാൻ അവരെ ഒന്നും പറയാൻ പോകത്തില്ല. പക്ഷേ കിഴക്കേ നടയിലുള്ള ആ ഒരു വിഗ്രഹത്തിലൊക്കെ പോയി മാലയിടാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും പറ്റാറില്ല. അവിടെ ചെന്നിട്ട് മാലയിട്ട് അത് വീഡിയോ എടുത്ത് അത് വൈറലാക്കി ഉണ്ടാക്കാനുള്ള ഇവളുടെ ചെറ്റ പരിപാടി ഉണ്ടല്ലോ, അതിനെ ന്യായീകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ എന്നെ കിട്ടത്തില്ല. കാരണം അവളത് ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് വിശ്വാസികൾക്ക്, ഹിന്ദുക്കൾക്ക്, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ട് ഇനിയും അവിടെ ഗുരുവായൂർ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇവൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇത് ഇവൾ ചെയ്തത് നിങ്ങൾ ആലോചിക്കുക. ഇവളൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആണ്. ഇവളൊരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ഇതുപോലുള്ള പരിപാടികൾ കാണിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവളെ ജീവനോടെ വെച്ചേക്കുമോ നാട്ടുകാർ? ഇല്ല. നമ്മുടെ അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിലോ ഒക്കെ ഇവളെ പോലുള്ളവർക്ക് ചെന്ന് എന്തും കാണിക്കാം, എന്ത് തോന്നിയാസം കാണിക്കാം. എന്നിട്ട് അതിനെ ന്യായീകരിച്ച് അവൾ തന്നെ വന്ന് അവളുടെ ചാനലിലൂടെ വീഡിയോ ഇടുകയും ചെയ്യും. ഇവളെയൊക്കെ ന്യായീകരിക്കാൻ, ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ, നിങ്ങളും പറ. നിങ്ങളുടെ ഇടയ്ക്കത്തെ ഒരാളാണ് ഈ പരിപാടി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ബാക്കി ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. അഭിലാഷ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല,
അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കാനും പറ്റത്തില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ സത്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെഡലി അടിച്ച് പൊട്ടിക്കുക ചെയ്യേണ്ടത്. ഇവിടെ നമ്മളാരും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ ഒരു ഭക്തിയുടെ പേരിലാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ദൈവത്തിനോട് അനുഗ്രഹം മേടിക്കാനും ദൈവത്തെ ഒന്ന് തൊഴുത് കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ കുറേ ആളുകൾ അവിടെ ഇന്ന് ഫോട്ടോകൾ എടുക്കും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണങ്ങൾ നടക്കാറുണ്ട്. ഇനി മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ കല്യാണങ്ങൾക്കുള്ള ആ സമയത്ത് എടുക്കുന്ന ഫോട്ടോഗ്രാഫി വരെ ചിലപ്പം ഇനിയും ചെയ്യണ്ട എന്ന് കോടതി പറയും. കോടതി നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനത്തെ ഓരോ കോമാളിത്തരമല്ലേ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്ന് കേക്ക് മുറിക്കുക, മാല ഇടുക. എടി നീ വൈറലാവാൻ വേണ്ടി എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കുക, പക്ഷെ നമ്മുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടാവരുത്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ബാക്കി കണ്ടേ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടം എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തു. ആവർത്തിച്ച് ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കാണിച്ച ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് ഈ സുന്ദരി ചെയ്തിട്ടുള്ളത്. ഇവൾക്കെതിരെ കോടതി ഇവളെ നാട് കടത്തിയാൽ പോലും തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം മനഃപൂർവ്വം മതങ്ങളെ അടുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവള്. നിങ്ങൾ പറ, അതല്ല ഇവള് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറ, ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിലൊക്കെ ഹിന്ദുക്കൾ നമുക്ക് തന്നെ അവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ തന്ത്രിമാരായിരിക്കും ചിലപ്പോൾ മാലകളൊക്കെ ഇടുന്നത്. ഒരു നോർമലായിട്ടുള്ള ഒരു ഹിന്ദു എനിക്ക് പോലും അത് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ക്രിസ്ത്യാനികളുടെ അവർക്കുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം പോലെയാണ് ഹിന്ദുക്കൾക്കും ഉള്ളത്. അവിടോട്ട് കയറി ചെന്ന് മാല ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് അത് വീഡിയോ എടുത്ത് കേക്ക് മുറിക്കുക. സത്യം പറഞ്ഞാൽ ഇവള് കാരണം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇല്ലാതായത്. ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇനി കല്യാണങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വീഡിയോഗ്രാഫി ഒക്കെ സമ്മതിക്കുമെന്ന് അറിയില്ല. അവിടെ ഈ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒരു കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഓൺലൈൻ മീഡിയക്കാർ വരും. അവർ അതുവഴി നടക്കുന്നതും ഒക്കെ വീഡിയോ എടുക്കും. അവരുടെ ഒരു വരുമാനത്തെയാണ് ഇവള് കാരണം ഇപ്പം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവളെ ഇനി ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾ ഇവളെ സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവളുടെ ചാനലൊന്നും പോയി ആരും കാണാതിരിക്കുക. ഇവളുടെ ഈ വർഗീയതയാണ് ഇവൾ സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം. ഇവൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുക. ഇവളെ ഒന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇവൾക്കെതിരെ കനത്ത ശിക്ഷ തന്നെയാണ് പോകുന്നത്. അത് കിട്ടണം ഇവൾക്ക്. ഇവള് പഠിക്കണം. ഇനിയെങ്കിലും പഠിക്കുമെന്ന് കണ്ടറിയാം. ഇനി ഇവളുടെ മറ്റേ കഥയും ഇവള് നീ സപ്പോർട്ട് ചെയ്ത് നീനും അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നീ നിന്റെ ചാനലിലൂടെ വന്നിരുന്ന് എരന്നാൽ അപ്പം അടുത്ത റൗണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും. തരും നിനക്ക് നല്ല കനത്തിൽ. ഇതുവരെയായിട്ടും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ ഇവിടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ പറയും. പക്ഷെ ഇത് ചെറിയ തെറ്റല്ല. ഇത് അവൾ കാരണം സമൂഹത്തിലെ ഓരോ വിശ്വാസികൾക്കുമാണ് പ്രശ്നം വന്നിരിക്കുന്നത്. വിശ്വാസികൾക്ക് മാത്രമല്ല, ഒരുപാട് പേരുടെ ജീവിത മാർഗമില്ലാതെയാവുന്നു. അതൊക്കെ ഈ ഒറ്റ സ്ത്രീ കാരണം. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ പറ, ഇവളെ എന്താണ് ഇനി പറയേണ്ടത്? താഴെ കമന്റ് ബോക്സിൽ പറ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇനി ബാക്കി ഇവളുടെ ഒരു ന്യായീകരണം കാണുമല്ലോ, അപ്പം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.